ഇത് ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ താമസിച്ചിരുന്ന മുറിയാണ്. അച്ഛൻ ഉപയോഗിച്ചിരുന്ന കട്ടിലാണിത്. അച്ഛൻ്റെ ഉപയോഗിച്ചിരുന്ന വെസ്റ്റമെൻസ് അതെല്ലാമാണ് ഈ കാണുന്നത്. ഇതെല്ലാം അച്ഛൻ്റെ കാര്യങ്ങളാണ്. അച്ഛൻ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളുണ്ട്. അച്ഛൻ ടൈപ്പ് അന്നത്തെ കാലത്ത് അച്ഛന് ടൈപ്പ് എല്ലാം ഉപയോഗിച്ചിരുന്നത് കാരണം MA കഴിഞ്ഞാണ് അച്ഛന് സെമിനാരിയിൽ പോലും ചേർന്നത്. അതുകൊണ്ട് അറിവിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു മനുഷ്യനായിരുന്നു അച്ഛൻ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അച്ഛനുണ്ട്. മീഡിയ അന്നത്തെ കാലത്ത് അച്ഛൻ പോലും ഓരോ ഫോട്ടോകൾ എടുത്ത് അച്ഛൻ സൂക്ഷിച്ചിരുന്നു. ആ ഫോട്ടോകളാണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ യൂറോപ്യൻ പര്യടന വേളകളിലൊക്കെ അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വിശുദ്ധരുടെ റിലിക്സ് ഒക്കെ സൂക്ഷിച്ചിരുന്നു. ആ കാണുന്നതാണ് ഇതെല്ലാം, ഈ പറയുന്നതെല്ലാം അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇത് നമുക്കറിയാം, ഇവിടെ കാണുന്നത് 1949 നവംബർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അച്ഛൻ മരിച്ച ആ സമയത്ത് ഉള്ള കാര്യങ്ങളാണ്. നവംബർ 4 ബോൾഡ് ചെയ്തിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലോക്ക് കാണുന്നുണ്ട്, 9 മണി എന്നുള്ള സമയം ഇട്ടിട്ടുണ്ട്. അത് 9 മണിക്ക്, അന്ന് നവംബർ 4 9 മണിക്ക്, വൈകുന്നേരം 9 മണിക്കാണ് അച്ഛൻ മരിച്ചത്. അത് കാണിക്കാനാണ് ഈ ക്ലോക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. അന്നത്തെ ക്ലോക്കാണിത്, അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ക്ലോക്കാണിത്. അതുപോലെ തന്നെ ഈ ഗ്രാമഫോൺ എന്ന് പറയുന്നത് അച്ഛന് ഇവിടെ ആയിരുന്ന സമയത്ത് പാവങ്ങളുടെ സ്നേഹിതനായ ഈശോയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അച്ഛൻ ഇത് ഉപയോഗിച്ചിരുന്നു. അച്ഛനൊരു വൃക്ഷച്ചുവട്ടിൽ ഈ ഗ്രാമഫോൺ വെച്ചിട്ട് പാട്ട് കേൾപ്പിക്കുമ്പോൾ പണി കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന ആൾക്കാരെല്ലാം ഇതിൻ്റെ ഈ പാട്ട് കേട്ടുകൊണ്ട് അവിടെ ഒരുമിച്ചിരിക്കും. ആ വൃക്ഷച്ചുവട്ടിൽ ഒരുമിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഈശോയെക്കുറിച്ച് വളരെ ഏറ്റവും സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കുമായിരുന്നു. അഭിവിക്ത എറണാകുളം അതിരൂപതയിൽ ചേർത്തലയ്ക്കടുത്തുള്ള ഉഴുവ ഗ്രാമത്തിൽ പഞ്ഞിക്കാരൻ കുടുംബത്തിൽ ചാക്കോ മറിയം ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി 1888 സെപ്റ്റംബർ 10 ജോസഫ് പഞ്ഞിക്കാരൻ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിൽ പൂർത്തിയാക്കിയ ജോസഫ് പഞ്ഞിക്കാരൻ തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്നും 1911 BAയും 1913 MAയും കരസ്ഥമാക്കി. സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് ആദ്യമായി MA പാസായ അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ആഗ്രഹവുമായി എറണാകുളം സെമിനാരിയിൽ ചേർന്നു. കാൻഡി സെമിനാരിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി 1918 ഡിസംബർ 21 വൈദികനായി അഭിഷിക്തനായി. ആലുവ സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപകനായി പൗരോഹിത്യ ജീവിതം ആരംഭിച്ച അദ്ദേഹം താമസിയാതെ പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന തന്റെ ബോധ്യത്തിൽ നിന്ന് അഭിവന്യ കണ്ടത്തിൽ പിതാവിന്റെ അനുമതിയോടെ അധ്യാപക വൃത്തി വിട്ട് പാവപ്പെട്ടവരുടെയും ദളിതരുടെയും മധ്യത്തിലേക്ക് ഇറങ്ങി. ഇന്നത്തെ എറണാകുളം, കോതമംഗലം, ഇടുക്കി രൂപതകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ രോഗികളും അവശരും ആലംബഹീനരുമായ ആളുകളുടെ മധ്യേ അദ്ദേഹം തന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചു. 1925 റോമിൽ നടന്ന ഇന്റർനാഷണൽ മിഷൻ എക്സിബിഷനിൽ സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായി അദ്ദേഹം വത്തിക്കാനിൽ പ്രവർത്തിച്ചു. റോമിൽ നിന്ന് ഫിലോസഫി, തിയോളജി, കാനൻ ലോ എന്നീ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടി തിരിച്ചെത്തിയ അദ്ദേഹം വീണ്ടും തന്റെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു. യൂറോപ്പിലെ അനുഭവങ്ങൾ അദ്ദേഹത്തെ പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് നയിച്ചു. മതസംവാദത്തിനായി ഒരു കേന്ദ്രവും സത്യദീപം വാരികയും ആരംഭിച്ചു. എറണാകുളം അതിരൂപതയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ കോതമംഗലം കേന്ദ്രീകരിച്ച് തന്റെ പ്രേക്ഷിത പ്രവർത്തനം അദ്ദേഹം ശക്തിപ്പെടുത്തി. കോതമംഗലത്തിനടുത്ത് സ്ഥലം വാങ്ങി അതിന് ധർമ്മഗിരി എന്ന് പേരിട്ട് അക്കാലത്ത് ഏറ്റവും ആവശ്യമായി തോന്നിയ ഒരു ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. തന്റെ കുഞ്ഞുനാളിൽ അമ്മയെയും ചില സഹോദരങ്ങളെയും കോളറ വ്യാധി മൂലം നഷ്ടപ്പെട്ടതിന്റെ വേദന സാധാരണക്കാർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കാൻ അദ്ദേഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായി. നമ്മുടെ സീറോ മലബാർ സഭയെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനകരവും സന്തോഷകരവും മറ്റൊരു ദിവസം കൂടി കടന്നു വന്നിരിക്കുകയാണ്. കോതമംഗലം രൂപതയിൽ ആദ്യമായിട്ട് ഒരു ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായ ജോസഫ് പഞ്ഞിക്കാരൻ സ്ഥാപിച്ച MSJ സന്യാസിനി സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അസിസ്റ്റൻ്റ് ജനറൽ അമ്മയായ സിസ്റ്റർ മറീന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമായിരുന്നു ജോസഫ് പഞ്ഞിക്കാരനെ ധന്യപദവിയിലേക്ക് പരിശുദ്ധ ലിയോ ബാപ്പ ഉയർത്തിയത്. അമ്മ യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഈ അഭിമാനകരമായ സന്തോഷകരമായ ദിവസത്തിൽ പ്രത്യേകിച്ചും അച്ഛനെ ധന്യപദവിയിൽ ഉയർത്തപ്പെട്ടപ്പോൾ സഭ അത് ഒരു അസിസ്റ്റന്റ് ജനറൽ അമ്മ എന്ന നിലയിൽ അമ്മ എങ്ങനെ നോക്കിക്കാണുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആനന്ദത്തിൻ്റെ ദിവസമാണെന്ന്. പഞ്ഞിക്കാരനച്ഛൻ ധന്യത പദവിയിലോട്ട് ഉയർത്തപ്പെട്ട ഈ ദിനം ഞങ്ങൾ വളരെ അതിൽ സന്തോഷിക്കുന്നു. അച്ഛൻ ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകൻ എന്നതിനേക്കാൾ
ആഗോളസഭയ്ക്കും ഭാരതസഭയ്ക്കും കേരള സഭയ്ക്കുമൊക്കെ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിൽ ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു മഹത് വ്യക്തിത്വമാണ്. തൻ്റെ എളിയവരിൽ ഏറ്റവും ചെറിയ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ദൈവവചനത്തിൽ വേരൂന്നിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. സാധുക്കളോടും നിരാലംബരോടും അഗതികളോടും രോഗികളോടുമൊക്കെ വളരെ കരുണ കാണിക്കാനും അവരിൽ ദൈവത്തിൻ്റെ തിരുമുഖം കണ്ട് ശുശ്രൂഷിക്കാനുമൊക്കെ അച്ഛൻ വളരെ താല്പര്യമുള്ളവനായിരുന്നു. അല്ലെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും തീക്ഷ്ണമായ ഒരു മഹത് വ്യക്തിത്വമാണ് നമുക്ക് അച്ഛനിൽ കാണാൻ സാധിക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ അധികം കടന്നു ചെല്ലാത്ത ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ അതിനെ ഒരു തരം താണ ജോലിയെ കണ്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ ഈ ഒരു വലിയ ചുവടുവെപ്പ് ആയിട്ട് ആതുര ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നതും അവിടെ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിച്ച ഒരു മഹത് വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതമാണ് അച്ഛൻ്റേതായ നമുക്ക് പറയാം. അച്ഛൻ വേദപ്രചാരക ഡയറക്ടറായിരുന്നു എറണാകുളം അങ്കമാലി രൂപതയുടെ. അതുകൊണ്ട് തന്നെ അച്ഛൻ എല്ലാ വീടുകളിലും കയറി ഇടന്നടങ്ങുകയും അന്നത്തെ രോഗികൾ ഒത്തിരി പേര് സേവനം കിട്ടാതെ മരിക്കുന്നത് അച്ഛന് വളരെ ദയനീയമായൊരു കാഴ്ചയായിരുന്നു അച്ഛൻ്റെ മുൻപിൽ. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് ഉണർന്നു വന്ന ഒരു ഇത്. പിന്നെ ആത്മാക്കളുടെ രക്ഷ അച്ഛൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ശാരീരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് വിശ്വാസ പ്രഘോഷണത്തിലുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു ശുശ്രൂഷ രംഗത്തിൽ വഴി മനുഷ്യാത്മാക്കളുടെ രക്ഷ സാധ്യമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അച്ഛൻ ആദ്യമേ ഒരു ആശുപത്രിയാണ് സ്ഥാപിച്ചത്. അത് കഴിഞ്ഞ് ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആശയം മനസ്സിലായത്, അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് അച്ഛൻ്റെ മനസ്സിൽ വന്നത് സന്യാസ സ്ഥാപിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അച്ഛൻ ഈ MSA സഭയ്ക്ക് തുടക്കമിടുന്നതും ധർമ്മഗിരി എന്ന ആശുപത്രി സ്ഥാപിച്ച് അതിന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ മീൻസ് ആതുര ശുശ്രൂഷ രംഗത്തിലൂടെ സന്യാസ ജീവിതം നയിക്കാനായിട്ടുള്ളൊരു സഭ സ്ഥാപിക്കുന്നതും അങ്ങനെയാണ് ഇടയായത്. നമ്മുടെ ജോസഫ് പഞ്ഞിക്കാരച്ചൻ ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സിസ്റ്റർ നിഖില MSA. സിസ്റ്ററാണ് ഈ കർമ്മത്തിൻ്റെ ഇവിടുത്തെ വൈസ് പോസ്റ്റുലേറ്റർ. സിസ്റ്റർ വിശ്വസിയായിരിക്കട്ടെ. നമ്മുടെ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സിസ്റ്റർ ഇപ്പോൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ചെയ്യുന്ന ഉത്തരവാദിത്തം ഇവിടെ പഞ്ഞിക്കാരനച്ഛനെ പറ്റിയുള്ള ഓരോ ആവശ്യങ്ങൾ നമുക്ക് പോസ്റ്റ്ലേറ്ററായിട്ട് ഫാദർ ചെറിയാൻ വാരികാട്ട് റൂമിലുണ്ട്. അപ്പോൾ അച്ഛൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ, അച്ഛന് എഴുത്തുകൾ, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ റെക്കോർഡുകൾ, ഇവിടെ നവംബർ 4 നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന മിറക്കിളുകൾ, വലിയ മിറക്കിളുകൾ അല്ലെങ്കിലും അനുദിന മിറക്കിളുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം അപ്പോഴപ്പോഴും അച്ഛനെ അറിയിക്കും. ഒപ്പം തന്നെ ഇവിടെ എല്ലാ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ, റൂമിലേക്കുള്ളത് ഇവിടുത്തെ അതെല്ലാം നോക്കും. ഒപ്പം തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ എപ്പം വന്നാലും ഞങ്ങൾ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ്റെ മാധ്യസ്ഥത്തിലെ പ്രാർത്ഥനകൾ യാചിച്ചുകൊണ്ട് തരുന്ന എല്ലാ അപേക്ഷകളും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കോൺഗ്രിഗേഷൻ മുഴുവൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുഴുവനും അത് നടത്തുന്നതിന് നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥനാ നിയോഗം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒത്തിരി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട വലിയ വലിയ നിയോഗങ്ങളും എല്ലാ പിന്നെ സമൂഹത്തിലേക്ക് അറിയിക്കുന്നു. പിന്നെ ജനറേറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ക്രമീകരിക്കുന്നു. അതാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ ഇനി ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും അതായത് ഇത്രയും ഈ രണ്ട് ബ്ലെസ്സഡ്, അതായത് ദൈവദാസനും ധന്യനും എന്നുള്ളത് അതൊരു പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയത്തില്ല. കാരണം അച്ഛൻ്റെ ജീവിത വിശുദ്ധി തിരുസഭയ്ക്ക് ബോധ്യപ്പെട്ടപ്പോൾ കൊടുത്ത പദവികളായത് രണ്ടും. ഇനിയും വാഴ്ത്തപ്പെട്ടവനും വിശുദ്ധൻ, ഈ രണ്ട് പദവികൾ എന്ന് പറയുമ്പോൾ അച്ഛൻ വഴി വരുന്ന മിറക്കിൾ, അതിലൂടെ അത് ഞാൻ പ്രാർത്ഥനയും ഒപ്പം ചേർന്നാണ്. അത് വൈദ്യശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായും തെളിയിക്കപ്പെട്ടാലാണ് ആ ഒരു മിറക്കിള്. വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നതിന് ഒരു മിറക്കിള്, വാഴ്ത്തപ്പെട്ടവൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു മിറക്കിള്, ഇങ്ങനെ തന്നെയുള്ളത് വന്നാൽ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കപ്പെടുകയുള്ളൂ.